നമസ്കാരം. ഇവിടെ അടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിലെ പ്രസിഡന്റാണ് ഞാൻ. ക്ഷേത്രത്തിൽ വെച്ച് അഷ്ടമംഗല പ്രശ്നം നടത്തുവാൻ കമ്മിറ്റിക്ക് ആലോചനയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ താങ്കൾക്ക് ഈ കത്ത് എഴുതുന്നത്. ഇതിനു മുൻപ് ഏകദേശം ഒരു 30 വർഷത്തിനു മുൻപ് അഷ്ടമംഗല പ്രശ്നം നടന്നതായി ഓർക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ദേവപ്രശ്നം നടത്തുന്നതിൻ്റെ ഉദ്ദേശം അമ്പലം പുതുക്കി പണിയുവാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഒപ്പം ദേവൻ്റെ പ്രസാദമുണ്ടോ എന്നും കൂടി പരിശോധിക്കണമല്ലോ. എന്നിലാണ് ഇതിൻ്റെ പൂർണ്ണ ചുമതല വന്നിരിക്കുന്നത്. എനിക്ക് പ്രധാനമായി അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്: ദേവപ്രശ്നത്തിൻ്റെ ശരിയായ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ദേവൻ്റെ കോപമുണ്ട് എന്ന് എങ്ങനെ പ്രശ്നം വയ്ക്കാതെ അറിയുവാൻ കഴിയും? മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത്, പ്രശ്നം വയ്ക്കാതെ അമ്പലം പുതുക്കി പണിത് കഴിഞ്ഞാൽ ദോഷങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഈ കത്തിന് എത്രയും പെട്ടെന്ന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് വിശ്വാസത്തോടുകൂടി PS മേനോൻ എന്നുള്ളതാണ് നമ്മൾക്ക് ഈ കഴുത്ത് വന്നിരിക്കുന്നത്. ക്ഷേത്രം എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ ക്ഷയാത്രായതേ ഇതി ക്ഷേത്രഃ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാം. ക്ഷയത്തിൽ നിന്ന്, നമ്മളെ നാശത്തിൽ നിന്ന് അല്ലെങ്കിൽ ദോഷത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാണ് ക്ഷേത്രം എന്നുള്ളതാണ് പറയുക. ഇല്ലെങ്കിൽ ക്ഷതാത്രായതേ ഇതി ക്ഷേത്രഃ എന്നും പറയുന്നുണ്ട്. ക്ഷതത്തിൽ നിന്ന്, അതായത് മുറിവുകൾ അല്ലെങ്കിൽ ആപത്തുകളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു ഉപാധിയാണ് ക്ഷേത്രം എന്നുള്ളതായിരിക്കുന്ന ഒരു സങ്കല്പം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രം എങ്ങനെ അത് ഉത്ഭവമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ തത്രോപവിശ്യ സകളീകൃത ചർച്ചിതാത്മ സംപ്രീണിത സ്വഗുരുവരീയ ഗണാതിനാഥഃ വിപ്രാൻ പ്രതർപ്യ തപനീയ ഗവാദി ദത്വാ മൗഹൂർത്തികോത്തമ സമുക്ത വിവിക്ത ലഗ്നേ ദേവം പ്രതിഷ്ഠാപയേദിതിശേഷഃ എന്നാണ് അതിൻ്റെ പ്രമാണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണം ഒത്തതായിരിക്കുന്ന ഒരു സ്ഥലത്തിൽ, ക്ഷേത്രത്തിനുള്ളതായിരിക്കുന്ന ഒരു സ്ഥലം നിശ്ചയിച്ചതിന് ശേഷം ഒരു ശില്പിയെ കൊണ്ട് ക്ഷേത്രം ഉണ്ടാക്കിച്ച് അതിലൊരു ബിംബവും പ്രധാനമായിട്ടും ഉണ്ടാക്കിച്ചിട്ട് ബിംബം ആ ശില്പിയിൽ നിന്നും ഏറ്റുവാങ്ങിയതിന് ശേഷം ബാഹ്യമായ സകലവിധ ക്രിയകളും ചെയ്തതിന് ശേഷമാണ് പ്രതിഷ്ഠ എന്നുള്ളതായിരിക്കുന്ന ക്രിയയിലേക്ക് കടക്കുന്നത്. അതിനെ ആ തന്ത്രി ശ്രീകോവിലിനുള്ളിലേക്ക് കയറിയതിനു ശേഷം സകലീകൃതമായിരിക്കുന്ന സ്വയം ആത്മാവിനെ സകലീകരിച്ച് ഗുരുപൂജ, ഗണപതി പൂജ മുതലായിട്ടുള്ളതായിരിക്കുന്ന പൂജാകാര്യങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്തതിന് ശേഷം ഒരു ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണന് യഥാശക്തി ദാനധർമാദികൾ നടത്തി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചതിന് ശേഷം ഉത്തമനായിരിക്കുന്ന ഒരു ദൈവജ്ഞനാൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതായ ഗുണസമ്പൂർണവും ദോഷരഹിതവുമായ ഒരു മുഹൂർത്തത്തിൽ ആ ദേവനെ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞാൽ അധപ്രതിഷ്ഠാസ്നപനാദ്യനന്തരം സമാചരേൽ സർവ സുപർവസുത്സവം തദോനു സംവത്സരമുക്തവാസര വ്യവസ്ഥയാച്ച അഖില സമ്പദാപ്തയെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞ പ്രകാരം പ്രതിഷ്ഠാകാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം, പ്രതിഷ്ഠാ കലശം കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ആ പ്രതിഷ്ഠിച്ച ദേവന്മാർക്കെല്ലാം തന്നെ ഉത്സവം മുതലായിട്ടുള്ളതായിരിക്കുന്ന പൂജാകാര്യങ്ങളെല്ലാം തന്നെ വേണ്ടതാണ്. അതിന് വർഷം തോറും ഉത്സവത്തിന് ആ പ്രതിഷ്ഠ നടത്തിയ നക്ഷത്രം ദിവസമോ ഇല്ലെങ്കിൽ ആ പ്രതിഷ്ഠിച്ച ആ ദേവൻ്റെ നക്ഷത്രം ദിവസമോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഒരു വ്യവസ്ഥ വെച്ചതിന് ശേഷം വർഷാവർഷം ആ ഉത്സവം പ്രധാനമായിട്ടും നടത്തി വരണം. ഇങ്ങനെ നടത്തി വരുമ്പോൾ ആ ദേശത്തിന് അഖില സമ്പദാപ്തയിൽ എന്നുള്ളതാണ് പറയുക. വളരെയധികം ഐശ്വര്യവും സമ്പത്തും അവിടെ താമസിക്കുന്നതായിരിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ശ്രേയസ്സും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടായി വരുന്നതാണ്. ദേവി സ്വഭക്തജനതാനു ജിഗൃക്ഷയാർച്ചോപാദോ തഥാ നിയതസന്നിധിമാദാനി ശ്രേയോ ദുരാസതയാ തദപാസനാർത്ഥം സ്യാച്ചേന്നിമിത്തമതി നിഷ്കൃതി മാധതീത എന്നുള്ളതാണ് പ്രമാണം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ദേവൻ ബിംബമാകുന്നതായിരിക്കുന്ന ആ ആധാരത്തിൽ സ്വഭക്തന്മാരിനെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് സദാ കുടികൊള്ളുന്നതായിരിക്കും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് പൂർണ്ണമായും അഭിവൃദ്ധി കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടുണ്ടാകും. ഇതിന് വിപരീതമായി എന്തെങ്കിലും ദോഷവശങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് ആ നാടിന് തന്നെ ആപത്തായി തീരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ടാണ് ദേവപ്രശ്നം നടത്തുന്നതിൻ്റെ മുഖ്യമായും ആവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ദേവകോപത്തിന് കാരണങ്ങൾ എന്നുള്ളതെല്ലാം നമുക്കറിഞ്ഞ് അതിനുള്ള പ്രതിവിധി കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റും. മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹം ചോദിച്ച പോലെ ദേവൻ്റെ കോപത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് ചോദിക്കേണ്ടായി. അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്
ക്ഷേത്രയം രതിർ ജനനമങ്കടമണ്ഡപാദോ മൂത്രാസ്രഘാതി പതനം പതിതാദിവേശഃ സോലൂക ഗൃദ്ര കരട ശ്വഗരോഷ്ട്രകോല ക്രോഷ്ടിഷ്ഠ ഡുണ്ടുപപുര സരഗർഭവേശഃ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മര്യാദ സീമയ്ക്കുള്ളിലായിട്ട് ഏതെങ്കിലും ജീവിയുടെ ജനനമോ മരണമോ സംഭവിക്കുക, ഇല്ലെങ്കിൽ ആ അങ്കണം മണ്ഡപം മുതലായ ഉള്ളതായിരിക്കുന്ന ആ സ്ഥലത്തിൽ രക്തം ഇല്ലെങ്കിൽ മലമൂത്രാദി വിസർജനങ്ങൾ കാര്യങ്ങളെല്ലാം കാണുക, ഇതെല്ലാം ചെയ്യുക. ഇല്ലെങ്കിൽ പതിതാദിവേശഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിതന്മാർ, കേരാൻ പറ്റാത്തതായിരിക്കുന്ന വ്യക്തികൾ, അതായത് പുല വാലായ്മ മുതലായുള്ള ദോഷവശങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ കേരുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുക. ഒപ്പം തന്നെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലായിട്ട് മൂങ്ങ, കഴുകൻ, കാക്ക, ശ്വാവ്, കഴുത, ഒട്ടകം, പന്നി, കുറുക്കൻ, കുരങ്ങ്, ചേര മുതലായ ഏതെങ്കിലും ഒരു ജീവികൾ ശ്രീകോവിലിനുള്ളിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ദോഷമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ചത്രാക നാഗുമധുഗാദി സമുദ്ഗമൂർച്ഛാം ശ്വേതപ്രരോധ ഹസിതാനി തഥാ പ്രദാഹ ബിംബസ്യ പാദചലനാദിരഥാംഗഭംഗ പൂജാവിലുപ്തിരഭിചാ സതിദിഷ്ടദോഷേ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, ശ്രീകോവിലിൻ്റെ ഉള്ളിലായിട്ട് കൂണ് കാണപ്പെടുക, അല്ലെങ്കിൽ പുറ്റ് കാണപ്പെടുക, ഇല്ലെങ്കിൽ മധുഗാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച കൂടോ മറ്റോ കാണപ്പെടുക, അതെല്ലാം തന്നെ ദോഷപ്രദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വേദ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബിംബത്തിൽ വിയർപ്പ് തുള്ളികൾ ഉണ്ടാകുക, അല്ലെങ്കിൽ വിയർപ്പ് തുള്ളി പോലെ കാണപ്പെടുക. സ്വേദ രോധ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുന്നത് പോലെ തോന്നുക, ബിംബത്തിൻ്റെ മുഖഭാവം കരയുന്നത് പോലുള്ളതായിരിക്കുന്ന തോന്നലുണ്ടാകുക. ഒപ്പം തന്നെ ഹസിതാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു അവസ്ഥ വരിക. പ്രദാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിംബത്തിന് ചൂട് സംഭവിക്കുക. ചൂട് തട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം ആരതി ഒഴിയുന്ന സമയത്തോ മറ്റോ ചൂടായി കഴിഞ്ഞാൽ ബിംബത്തിന് ദോഷം പ്രധാനമായിട്ടും സംഭവിക്കാം. ഇല്ലെങ്കിൽ ബിംബസ്യ പാദഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് വീഴുക, ബിംബത്തിന് നിലത്ത് വീഴുന്ന ഒരു അവസ്ഥ പ്രധാനമായിട്ടും വരിക. ഇല്ലെങ്കിൽ ചലനാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനങ്ങൾ സംഭവിക്കുക, ഇളക്കം ഉണ്ടാകുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ വരിക. തഥാ അംഗഭംഗത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിംബത്തിൻ്റെ അവയവങ്ങൾക്ക് ഏതിനെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുന്നതായിരിക്കുന്ന സ്ഥിതിവിശേഷം വരിക. ഒപ്പം പൂജാവിലുപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ മുടങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാഞ്ഞിട്ട് കൂടി പൂജകൾക്ക് മുടക്കങ്ങളും കാര്യങ്ങളെല്ലാം വരിക. ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ അത് ദോഷമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ശുദ്രാന്യ മന്ത്രയജനം പ്രതിശുദ്ധ ദുഷ്ടം പുഷ്പാദി പൂജനമതോ മരിചാതിലേപഹാം ഏതാനി തന്ത്ര കഥിതാനി നിമിത്തഗാനി ജ്ഞേയാനി തത്ര ഗുരുലാഘവ ഭേദവന്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷുദ്രപ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ അല്ലെങ്കിൽ മറ്റ് ദുഷ്ടരായിരിക്കുന്ന വ്യക്തികൾ ക്ഷേത്രത്തിന് അഭിവൃദ്ധി വരരുത് എന്ന് കരുതിയിട്ട് ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തുന്ന ഒരവസ്ഥ പ്രധാനമായിട്ടും വന്നു ചേരുക. ഒപ്പം തന്നെ അന്യമന്ത്രയജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിക്കപ്പെടാത്തതായിരിക്കുന്ന മന്ത്രങ്ങൾ ശ്രീകോവിലിനുള്ളിൽ വെച്ച് ചെയ്യുന്നത് ദോഷം തന്നെയാണ്. ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ ദേവൻ്റെ, അതായത് ഭഗവതി ക്ഷേത്രത്തിൽ ചില മന്ത്രങ്ങളൊന്നും ചെല്ലാൻ പാടില്ല, അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ചില മന്ത്രങ്ങളൊന്നും ചെല്ലാൻ പാടില്ല. ഒരു മൂർത്തിയെ ആരാധിക്കുന്നതായിരിക്കുന്ന സ്ഥലത്തിൽ മറ്റൊരു മൂർത്തിയുടെ മന്ത്രം ചെയ്യുന്നതും നിഷിദ്ധമായിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്നത് ദോഷപ്രദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്യമന്ത്രയജനം പ്രതിശുദ്ധ ദുഷ്ട പുഷ്പാദി പൂജനമതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജിക്കാൻ പറ്റാത്തതായിരിക്കുന്ന പുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ വരാം. ചില ദേവന്മാർക്ക് ചില പുഷ്പങ്ങളെല്ലാം അനിഷ്ടപ്രദങ്ങളായിരിക്കുന്ന പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങളെ വെച്ച് പൂജ കഴിച്ചു കഴിഞ്ഞാലും ദോഷപ്രദമായിരിക്കുന്ന അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മരിച്ചാതി ലേപഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക്, മുളക് മുതലായുള്ള പദാർത്ഥങ്ങൾ അരച്ച് ബിംബത്തിൽ തേക്കുന്ന ഒരു അവസ്ഥ വരിക. അപ്പം അങ്ങനെ വരുമ്പോഴും ബിംബത്തിന് ദോഷങ്ങൾ വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ദോഷങ്ങളിൽ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദോഷങ്ങൾ വരുമ്പോൾ അത് ആ ദേവനും തന്നിമിത്തം ആ ക്ഷേത്രത്തിനും ഒപ്പം തന്നെ ആ പ്രദേശത്തിനും എല്ലാം തന്നെ ദോഷപ്രദമായിരിക്കുന്ന അവസ്ഥ വരുത്തിച്ച് തീർക്കും എന്നുള്ള യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെയായിരിക്കുന്ന സമയങ്ങൾ വരുന്ന സമയത്തിൽ അതിൽ നിന്നൊരു പ്രതിവിധി കാണുവാൻ വേണ്ടിയിട്ടാണ് അഷ്ടമംഗല്യ പ്രശ്നം അഥവാ ദേവപ്രശ്നം നടത്തുന്നതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ളതായിരിക്കുന്ന ഉദ്ദേശം. അപ്പോൾ എന്തായാലും അഷ്ടമംഗല്യ പ്രശ്നം നടത്തുന്നതിൽ യാതൊരുവിധ ദോഷവും ഇല്ല. അത് മാത്രമല്ല 30 വർഷത്തോളമായി അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയിട്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 വർഷത്തോളമൊക്കെ ആയതിന് സ്ഥിതിക്ക് എന്തായാലും അമ്പലം പുതുക്കി പണിയാൻ കൂടിയിട്ട് ഉദ്ദേശമുള്ളതായിരിക്കുന്ന സ്ഥിതിക്ക് നല്ല ദൈവജ്ഞന്മാരെ കൊണ്ട് അഷ്ടമംഗല്യ പ്രശ്നം നടത്തുന്നതിൽ യാതൊരുവിധ ദോഷവും കാണുന്നില്ല. മറിച്ച് വളരെയധികം ശ്രേയസ്സും അഭിവൃദ്ധിയും എല്ലാം തന്നെ വന്നു ചേരാനും ഈ പറഞ്ഞിരിക്കുന്നതായ ഈ തീരുമാനം ഇടയാക്കും. അതുകൊണ്ട് തന്നെ
അഷ്ടമംഗല പ്രശ്നം നടത്താവുന്നതാണ്. ഇതാണ് ദേവപ്രശ്നം നടത്തുന്നതിൻ്റെ ഉദ്ദേശം. ദേവൻ്റെ കോപമുണ്ട് എന്നുള്ളത് പ്രശ്നം വയ്ക്കാതെ തന്നെ അറിയാൻ കഴിയും. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എപ്രകാരമാണോ, കാരണം ബുദ്ധിമുട്ടായിരിക്കും പ്രധാനമായിട്ടും പറയാം. ദേവൻ്റെ കോപമാണ് ആ ദേശത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കടി ഉണ്ടാകുന്ന രോഗദുരിതങ്ങളും മറ്റുമെല്ലാം തന്നെ ആ പ്രദേശത്തിനെ ആകെ തന്നെ വലച്ചേക്കും. അപ്പോൾ ഇതെല്ലാം ദേവകോപ നിമിത്തമായിട്ടാണ് പ്രധാനമായിട്ടും പറയുക. എന്തായാലും താങ്കൾ നല്ല ദൈവജ്ഞന്മാരെ തിരഞ്ഞെടുത്തിട്ട് ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തുവാൻ വേണ്ടിയിട്ട് ചെയ്യുക.